ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഡെയിലി 96 തവണ നിങ്ങളെ ഫോൺ അൺലോക്ക് ചെയ്യേണ്ടി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, ഇറ്റ്സ് എ ബ്രൂട്ടൽ ഹോണസ്റ്റ് ട്രൂത്ത്. ഇത് ഞാൻ പറഞ്ഞ സംഭവമല്ല, ഇത് സയൻറ്റിഫിക്കലി സ്റ്റഡീസ് പ്രൂവ് ചെയ്ത സംഭവമാണ്. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ സോഷ്യൽ മീഡിയ ഡിസ്ട്രോയ്സ് യുവർ ലൈഫ്. സോ ഇഫ് യു ആർ എ ന്യൂ ഹിയർ, നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബഷിർ. ഐ ടോക്ക് അബൌട്ട് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് തന്നെ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഒക്കെ മുന്നേ ഞാനും എല്ലാവരുടെയും പോലെ തന്നെ ആയിരുന്നു. അതായത് എൻ്റെ ഡെയിലി സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഫോൺ യൂസ് ചെയ്യുന്ന ടൈം പറയുന്നത് 6 to 10 hours ആയിരുന്നു പെർ ഡേ, എവരി ഡേ. ഞാൻ ഒരു +2 ആ സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 1 ഇയർ ഒക്കെ മുന്നേ എന്തായിരുന്നു, ഡെയിലി 6 to 10 hours ആയിരുന്നു ഡെയിലി എൻ്റെ സ്ക്രീൻ ടൈം. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ സ്ക്രീൻ ടൈം എത്രയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ ഇപ്പോഴും എൻ്റെ സ്ക്രീൻ ടൈം 4 to 5 hours വരെ എത്തലുണ്ട്. ഏറിപ്പോയ 5 hours ഒക്കെ വരെ എത്തലുണ്ട്. ആവറേജ് പറയുന്നത് 3 hours 4 hours ഒക്കെയാണ്. ബട്ട് ഇപ്പോൾ ഞാൻ ആ ടൈം യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിലും ഇപ്പോൾ ഞാനത് വല്ല സംഭവത്തിനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല. അതായത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ, വീഡിയോൻ്റെ റിസർച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് 90% അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കൽ. ബട്ട് അന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു. മൊബൈൽ ഡാറ്റ എപ്പോഴാണോ കഴിയുന്നത് അതുവരെ ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഗെയിംസിന് വേണ്ടിയിട്ട്, മൂവീസ് കാണാൻ, പോണ് കാണാൻ, അങ്ങനത്തെ ഫുള്ള് റീൽസ് കാണാൻ, ഫുള്ള് അൺനെസസറി കാര്യങ്ങൾക്കും വേണ്ടി മാത്രമായിരുന്നു എന്തിരുന്നത് അന്ന് 6 to 10 hours മൊബൈൽ യൂസ് ചെയ്തിരുന്നത്. സോ ഇനി ഞാൻ പറയാൻ പോകുന്ന സംഭവങ്ങൾ മനസ്സിലാക്കി എൻ്റെ ഓരോന്നായിട്ട് എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്, ഈ ഫോൺ അഡിക്ഷനിൽ നിന്ന്, ലൂപ്പിൽ നിന്ന് എനിക്ക് മാറാൻ കഴിഞ്ഞത്. സോ ഫസ്റ്റ് തന്നെ ഒരു 3 പ്രോബ്ലംസ് പറഞ്ഞുതരാം. ഈ സോഷ്യൽ മീഡിയ നമ്മളെ ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവണ 3 മെയിനായിട്ട് നമുക്ക് ഉണ്ടാവണ പ്രോബ്ലംസ്. അതിൽ ഫസ്റ്റത്തെ പ്രോബ്ലമാണ് ദി ഡോപ്പമൈൻ പ്രോബ്ലം. ഡോപ്പമൈനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാം. ഡോപ്പമൈനെ കുറിച്ച് നിങ്ങൾക്ക് ബിഗിനറാണ്. ഡോപ്പമൈനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഫുൾ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഡോപ്പമൈൻ പറയുന്നത് ന്യൂറോ കെമിക്കൽ. നമ്മൾ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഓരോന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മോട്ടിവേഷനായിട്ട്, ഒരു പ്ലഷറായിട്ട്, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഒക്കെ ആയിട്ട് നമ്മളെ ലൈഫിൽ നമ്മളെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ലൈക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കുമ്പോൾ, ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഫോണ്, സെക്സ്, ഈ സംഭവങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്ന കേസിൽ തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും എന്തോ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഈ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് മറ്റുള്ള കേസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയൻ്റെ ഡോപ്പമൈൻ പറയണത് ഒരു അൺലിമിറ്റഡ് ആണ്. മറ്റേത് പറയണത് ഇപ്പോൾ നിങ്ങൾക്കൊരു ജങ്ക് ഫുഡ് കഴിക്കുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. അറ്റ് ടൈമിൽ നമുക്ക് എത്രത്തോളം ഫുഡ് കഴിക്കാൻ പറ്റും, അതിനൊരു ലിമിറ്റേഷൻ ഇല്ലേ. ബട്ട് ഇവിടെ സോഷ്യൽ മീഡിയൻ്റെ ഡോപ്പമൈൻ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഓരോ ഇഷ്ടപ്പെട്ട ഓരോ റീല് കാണുമ്പോഴും അങ്ങനത്തെ മില്യൺസ് ഓഫ് റീൽസ് വീണ്ടും നമ്മളെ ഫീഡൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. അപ്പോൾ ആ ഒരു ഡോപ്പമൈൻ അല്ലെങ്കിൽ ആ ഒരു റീൽസിന് എന്തുണ്ടാവില്ല, ഒരു ക്ഷാമം ഉണ്ടാവില്ല. അത് ഫുൾ അൺലിമിറ്റഡ് ആയിക്കാരം. എന്നാൽ പോലെ തന്നെ നിങ്ങൾ ഓരോ റീല് കാണുമ്പോഴും എന്ത് ചെയ്യും, ആ ഒരു ഡോപ്പമൈൻ ഹിറ്റ് നിങ്ങൾക്ക് ബ്രെയിനിൽ കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾ ബ്രെയിൻ എന്ത് മനസ്സിലാക്കും, ഈ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ദിസ് കൈൻഡ് ഓഫ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്താവും, എനിക്ക് ഹാപ്പിനെസ് കിട്ടും അല്ലെങ്കിൽ ആ ഒരു പ്ലഷർ കിട്ടും കരുതിയിട്ട് എന്ത് ചെയ്യും, വീണ്ടും അങ്ങനത്തെ റീൽസിന് വേണ്ടി നിങ്ങൾ മൈൻഡ്ലെസ് ആയി നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേ നിൽക്കും. സോ അപ്പോൾ അതാണ് ഫസ്റ്റത്തെ പ്രോബ്ലം, ദി ഡോപ്പമൈൻ പ്രോബ്ലം. അതായത് ഇങ്ങനത്തെ കൂടുതൽ കണ്ടൻറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്താവും, ഇതാവും പിന്നെ നമ്മളെ ഹാപ്പിനെസ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടേ നിൽക്കും. പിന്നെ ആ ഡോപ്പമൈൻ ക്രാഷ് സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടേ നിൽക്കും. സോ രണ്ടാമത്തെ പ്രോബ്ലമാണ് നമുക്ക് റിയൽ ലൈഫ് എക്സൈറ്റ്മെൻറ്റ് ആയിക്കാണ്ട് തോന്നില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന്, മൂവിയിൽ നിന്ന്, ഫോണിൽ നിന്ന്, വീഡിയോ ഗെയിംസിൽ നിന്ന് മാത്രം ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്, എക്സൈറ്റ്മെൻറ്റ് കണ്ടെത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ റിയൽ ലൈഫിൽ നടക്കുന്ന മീറ്റപ്സ് നിങ്ങൾ ഫാമിലീസിനായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ടായാലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണത്, നമുക്കിപ്പോൾ ഈ നാച്ചുറൽക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ ഫീൽ, ഒരു മൈൻഡ്ലെസ്സിൽ ഒരു പീസൊക്കെ കിട്ടുമല്ലോ. ഒരു ഓട്ടോമാറ്റിക്കായി നമുക്ക് നാച്ചുറൽക്കൊക്കെ ഇറങ്ങുമ്പോൾ ആ ഒരു സമാധാനം, ആ സംഭവങ്ങളൊന്നും പിന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയി തോന്നില്ല. ഫുള്ള് നമുക്ക് എന്ത് ചെയ്യും, ടെക്നോളജി, സോഷ്യൽ മീഡിയ, മൂവി, ഇങ്ങനത്തെ വീഡിയോ ഗെയിംസ്, ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആയി തോന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലമാണ് എന്ത് ചെയ്യും, നമുക്ക് റിയൽ ലൈഫ് എക്സൈറ്റ്മെൻ്റ് ആയി തോന്നില്ല. ലാസ്റ്റത്തെ പ്രോബ്ലമാണ് ഇത് ഈ യങ് ജനറേഷൻ കൂടുതൽ അനുഭവിക്കുന്ന പ്രോബ്ലമാണ് എന്ത് ചെയ്യും, ഈ അറ്റൻഷൻ സ്പാൻ പറയുന്ന സംഭവം ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ ഇതിന് നിങ്ങളിപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ മീറ്റ് ചെയ്തു, നിങ്ങൾ ഓൾഡ് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കും. അതായത് ഇപ്പോൾ എന്താ ചെയ്യണേ, അല്ലെങ്കിൽ പഠിത്തം കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം സാധാ കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഒരു ആഫ്റ്റർ 10 അല്ലെങ്കിൽ 15 minutes കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓരോരുത്തരും ഫോൺ എടുത്താണ്ട് സ്ക്രോൾ ചെയ്തെടുത്തും. സോ അപ്പോൾ അറ്റൻഷൻ സ്പാൻ അറിയണത് എല്ലാവരും അത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ആ റീല് കണ്ട് ഇപ്പോൾ എല്ലാവരും മെയിനായിട്ട് ഇപ്പോൾ റീൽ എത്ര മിനിറ്റ് ഉണ്ടാവുക, ഏറിപ്പോയാൽ 5 minute ഡ്യൂറേഷൻ ഉണ്ടാവും. ഏറിപ്പോയാൽ അത്ര ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുന്നൊക്കെ ആണെങ്കിൽ ഒരു 1 അല്ലെങ്കിൽ ഒരു 3 minute ഒക്കെ ഒരു റീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ റീല് കണ്ട് നമ്മളെ ബ്രെയിൻ അങ്ങനത്തെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനത്തെ അറ്റൻഷൻ സ്പാനിനോട് കൊടുത്ത് അങ്ങനത്തെ ഒരു
ഡീപ്പിലേക്ക് ഇറങ്ങിക്കും. അതായത് കൂടുതലൊരു സംഭവത്തിന്മേൽ ഫോക്കസ് ചെയ്യാനോ കൂടുതലൊരു മീറ്റിങ്സിലോ കോൺവെർസേഷനിലോ പങ്കുചേരാനൊന്നും ആർക്കും വയ്ക്കൂല. നമ്മൾ ആ ബ്രെയിന് നിൽക്കൂല. പിന്നെ അപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ടെക്നോളജി എടുത്താണ് മൂവി കാണാനൊക്കെ എന്ത് ചെയ്യാറ് നമുക്ക് ആ ഒരു ഫീൽ ഇങ്ങനെ വരും. ഇതാണ് മെയിനായിട്ട് 3 പ്രോബ്ലങ്ങൾ. ഫസ്റ്റ് ദി ഡോപ്പമിൻ പ്രോബ്ലം, പിന്നെ റിയൽ ലൈഫ് എക്സൈറ്റ്മെൻ്റ് ആയി തോന്നില്ല, ലാസ്റ്റത്തെ ആണെന്ത് ചെയ്യാൻ പറഞ്ഞ മാതിരി നമുക്ക് അറ്റൻഷൻ സ്പാൻ ഉണ്ടാവില്ല. സോ അപ്പോൾ ഇതുവരെയും പറഞ്ഞത് നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പോയാൽ നമുക്ക് കിട്ടാൻ പോണ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മളെ റിയൽ ലൈഫിൽ വരുന്ന ഇഷ്യൂസ് പ്രോബ്ലംസ് ഒക്കെയാണ്. സോ ഇനി പറയാൻ പോണതാണ് ഇതിൻ്റെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആക്ഷനബിൾ സ്റ്റെപ്സ്. നമുക്ക് എന്ത് വാട്ട് വി ക്യാൻ ഡു, നമുക്ക് ആ സംഭവങ്ങളെ ആ അഡിക്ഷൻ ലൂപ്പിലോട്ട് അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മെയിനായിട്ട് കുറച്ച് സൊല്യൂഷൻസ് ഞാൻ പറയുന്നുണ്ട്. അതിന് മുന്നേ പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരാളുടെയും ഫാൾട്ടല്ല, അല്ലെങ്കിൽ ഒരാളുടെയും കുഴപ്പം കൊണ്ട് മാത്രമല്ല അതിന് അഡിക്റ്റായി പോകുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഇതിൻ്റെ ഒക്കെ അൽഗോരിതം ഓലൊക്കെ അതിൻ്റെ ആപ്സിൻ്റെ ഒക്കെ അൽഗോരിതം നമ്മളെ ഇൻട്രസ്റ്റ്, നമ്മളെ ബിഹേവിയറൽ ചേഞ്ചസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടൻറ്റിലാണോ താല്പര്യം അതൊക്കെ ഓല് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് നമുക്ക് തന്നുകൊണ്ടേ നിൽക്കും. അതായത് നമ്മളെ ഫീഡിൽ വരുന്ന അല്ലെങ്കിൽ നമ്മളെ തമ്മിലോ അല്ലെങ്കിൽ നമ്മളെ റീൽസ് ടാഗ്സിലൊക്കെ വരുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യിക്കാരം നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമില്ല കണ്ടൻറ്റുകളേക്കാരം വീണ്ടും വന്നുകൊണ്ടിരിക്കണം. അതായത് നമ്മളെ താല്പര്യം അല്ലെങ്കിൽ നമ്മളെ ഇൻട്രസ്റ്റുകൾ നമ്മളെ ബിഹേവിയറൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ ആൽഗോരിതം മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ കണ്ടൻറ്റേക്കാരം നമുക്ക് തന്നുകൊണ്ടിരിക്കാം. സോ അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കണ്ടൻറ്റിനൊരു ക്ഷാമമില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു അഡിക്ഷൻ ലൂപ്പിൽ പെട്ടുപോവുകയാണ്. അല്ലാതെ ഇതൊരാളുടെ മാത്രം ഫാൾട്ട് മാത്രമല്ല. സോ ഈ ആക്ഷനബിൾ സ്റ്റെപ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ മേക്ക് യുവർ ഫോൺ ബോറിങ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഫുൾ ടൈം സ്ക്രോളിങ്, നിങ്ങളിപ്പോൾ ഈ സ്ക്രോൾ ചെയ്യുന്ന സമയത്തിന് എന്ത് ചെയ്യാം, ആ സമയത്ത് എന്ത് ചെയ്യുക വേറെ സംഭവങ്ങൾ ചെയ്യാൻ നോക്കുക. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായ മെത്തേഡാണ് എന്ത് മേക്ക് യുവർ ഫോൺ ബോറിങ്. അതായത് ഇപ്പം ഈ ജെയിംസ് ക്ലിയർ പറയുന്ന ഓതർ പറയുന്നുണ്ട് അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്ന ബുക്കിൽ ഏതൊരു ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് നിർത്താനുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ആ ഹാബിറ്റ്സ് ചെയ്യുന്ന സമയത്ത് വേറൊരു ഗുഡായിട്ടുള്ള ഹാബിറ്റ്സിനെ വെച്ച് ഫുൾഫിൽ ചെയ്യാമെന്നാണ്. അതായത് ഇപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ ഞങ്ങൾ 1 hour അല്ലെങ്കിൽ 2 hours ഫോൺ സ്ക്രോൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സമയത്ത് ജസ്റ്റ് റണ്ണിങ്ങോ അല്ലെങ്കിൽ വാക്കിങ്ങോ ഇടുക. അതായത് ഗുഡായിട്ടുള്ള ഹാബിറ്റ്സുകൾ ഇടുക. അല്ലാതെ നിങ്ങൾ ആ ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് അവിടെ നിർത്തിയങ്ങാണ്ട് അവിടെ ഒന്നും ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഒരു ഫുൾഫിൽമെൻറ്റ് വരാത്തതുകൊണ്ട് വീണ്ടും നിങ്ങൾ ആ ബാഡായിട്ടുള്ള ഹാബിറ്റ്സിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ആര് പറഞ്ഞത്. അത് ജെയിംസ് ക്ലിയർ ബുക്കിൽ കറക്റ്റായിട്ട് പറയുന്ന സംഭവമാണ്. അതായത് ഏത് ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് നിർത്താനാണോ ആഗ്രഹം അവിടെ എന്ത് ചെയ്യുക, ഒരു ഗുഡായിട്ടുള്ള ഹാബിറ്റ്സ് വെച്ചുകൊണ്ട് ആ സമയത്ത് ഒരു ഫുൾഫിൽമെൻറ്റ് വരുത്തുക. സോ ഫസ്റ്റത്തെ ആക്ഷനബിൾ സ്റ്റെപ്സ് ആണത് മേക്ക് യുവർ ഫോൺ ബോറിങ്. അതായത് നമ്മളിപ്പോൾ ഈ ഫോൺ കൂടുതൽ സ്ക്രോൾ ചെയ്യുന്ന സമയം എന്ത് ചെയ്യുക, വല്ല നാച്ചുറൽക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലിനായിട്ടൊക്കെ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യാം. രണ്ടാമത്തെ സംഭവമാണ് റീഡിങ് ബുക്സ്. അതായത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ അറ്റൻഷൻ സ്പാനൊക്കെ ഏറ്റവും കൂടുതൽ കൂട്ടാൻ പറ്റിയ സംഭവമാണ് ഈ റീഡിങ് ബുക്ക് പറയുന്നത്. അതായത് ഈ ബുക്ക് റീഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളെ ഫോക്കസ് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ അധികം വയ്ക്കൂല. നിങ്ങളിപ്പോൾ ഒരു നോൺ ഫിക്ഷൻ ആയിട്ടുള്ള ഒരു കഥ ബുക്ക് വായിക്കുമ്പോൾ ഫിക്ഷൻ ആയിട്ടുള്ള ഒരു കഥ ബുക്ക് വായിക്കുകയാണെങ്കിലും അപ്പോൾ സംഭവം നമ്മൾ ആ ബുക്കിലത്തെ സംഭവങ്ങൾ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ അതിനെ റെഫർ ചെയ്യുക, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യണമെന്നുണ്ടാവില്ല. ബട്ട് നമുക്ക് നമ്മളെ ഫോക്കസ് വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ വായിക്കുന്ന സമയത്ത് വേറെ ഏത് സംഭവം ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും. ബട്ട് ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റില്ല. ഈ വായനയെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ അങ്ങനെ ഒരു ഡെയിലി ഒരു 20 minutes അല്ലെങ്കിൽ ഒരു 30 minutes നിങ്ങളൊരു ബുക്ക് വായിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അറ്റൻഷൻ സ്പാൻ എത്രയോ മുകളിലേക്കാണ്. സോ അപ്പോൾ ഈ അറ്റൻഷൻ സ്പാൻ നമ്മൾ എത്രത്തോളം കൂട്ടുന്നു അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ലൂപ്പിൽ നിന്ന് നമുക്ക് മാറാൻ തോന്നും. കാരണം നിങ്ങളിപ്പോൾ ഡെയിലി അങ്ങനെ ബുക്കൊക്കെ വായിച്ച് നിങ്ങൾ അറ്റൻഷൻ സ്പാൻ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 1 to 3 minute റീല് കാണാൻ നിങ്ങൾക്ക് അത്ര ഒരു തോന്നൽ വരില്ല. കാരണം ഈ കണ്ടാൽ തന്നെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ സ്കിപ്പ് അടിച്ച് വേഗം അതിന് മാറാനേ തോന്നും. കാരണം അപ്പം നിങ്ങളെ അറ്റൻഷൻ സ്പാന് കൊളാപ്സ് ആവും. കാരണം ഇവിടെ ബ്രെയിൻ മനസ്സിലാക്കിക്കണം എന്താ, ഒരു 3-2 minute റീൽസ് മാത്രം കണ്ടാൽ മതി. ഇവിടെ എന്താ ബുക്ക് വായിച്ചിട്ട് കിട്ടിയ ആ ഒരു വലിയ ഒരു അറ്റൻഷൻ്റെ ഇൻക്രീസ്നെസ്സും അപ്പോൾ രണ്ടും കൂടി കൊളാപ്സ് ആകുമ്പോൾ ഒരിക്കലും അത് മുന്നോട്ട് പോകില്ല. ഒന്നെങ്കിൽ ചെറിയ ഷോർട്ട് ടേം അറ്റൻഷൻ അല്ലെങ്കിൽ എന്താ അറ്റൻഷൻ ഫുള്ള് അറ്റൻഷനായിട്ടുള്ള സ്പാനും. സോ അപ്പോൾ എന്ത് ചെയ്യാം, ബുക്ക് രണ്ടാമത്തെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയ സംഭവമാണ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് റീഡിങ് ബുക്സ്. ഏത് ബുക്ക് ആയിക്കോട്ടെ, ഫിക്ഷൻ ആയിക്കോട്ടെ നോൺ ഫിക്ഷൻ ആയിക്കോട്ടെ, ഇത് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യണം. ലാസ്റ്റത്തെ സ്റ്റെപ്സാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് എന്ത്, ഡിലീറ്റ് ട്രിഗേഴ്സ് ആപ്പ്. അപ്പോൾ ഏതായിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, നിങ്ങൾ വീഡിയോ ഗെയിംസ് ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഏത് സംഭവമായാലും ഏത് സംഭവത്തിൽ നമ്മൾ ഏത് ഒരു ഫോണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ക്രീൻ ടൈം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും
ഏത് ആപ്പാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റാണ്, എന്ത് സംഭവത്തിലാണ് നമ്മൾ ടൈം കൂടുതൽ സ്ക്രീൻ ടൈമിൽ നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുക, ആ സംഭവത്തെ മനസ്സിലാക്കിയിട്ട് ആ ആപ്പ് കുറച്ച് കാലത്ത് ലോഗ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ഈ അഡിക്ഷൻ മാറണ വരെ ആ ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ തന്നെ എന്ത് ചെയ്യുക, ഏറ്റവും ശ്രമിക്കുക. സോ അപ്പോൾ ഞാൻ പ്രോബ്ലംസും പറഞ്ഞു, സൊല്യൂഷൻസും പറഞ്ഞു. സോഷ്യൽ മീഡിയൻ്റെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു, എന്ത് നമ്മൾ റിയൽ ലൈഫിൽ വരുത്തണമെന്ത് ഡോപ്പമിൻ പ്രോബ്ലം വരുത്തും. രണ്ടാമത്തെ സംഭവമാണ് നമുക്ക് റിയൽ ലൈഫ് ഒരു എക്സൈറ്റ്മെൻ്റ് ആയി തോന്നില്ല. മൂന്നാമത്തെ സംഭവമാണ് നമുക്ക് ഈ അറ്റൻഷൻ സ്പാൻ നമുക്ക് പോകും. സോ ഞാൻ എൻ്റെ ആക്ഷനബിൾ സ്റ്റെപ്സും ഞാൻ പറഞ്ഞു, സൊല്യൂഷൻസും ഞാൻ പറഞ്ഞു. എന്താ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് മേക്ക് യുവർ ഫോൺ ബോറിങ്. എല്ലാവരും ചില ആൾക്കാർ പറയുന്നിട്ടില്ല ബുക്ക് വായിക്കണ ബോറിംഗ് ആണ് എന്ന വൽക്കരുത് എന്താ ഈ ഫോൺ കളിക്കണ ബോറിംഗ് ആക്കി മാറ്റുക, നമ്മളെ മൈൻഡിൽ അങ്ങനെ ആക്കി അഡാപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ സംഭവമാണ് ബുക്ക് വായിക്കാനാണ് തുടങ്ങുക. മൂന്നാമത്തെ സംഭവമാണ് എന്ത് ചെയ്യുക, അങ്ങനത്തെ ട്രിഗർ ചെയ്യണ ആപ്പുകൾ ഡിലീറ്റ് ആക്കുക. സോ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് റിലേറ്റഡ് കണ്ടൻറ്റിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ കണ്ടൻസി. സീ യു ഇൻ ദി അനദർ വീഡിയോ.